ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ പ്രീ സീസൺഡ് കാസ്റ്റ് അയൺ പാത്രങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ മയക്കിയെടുക്കാം എന്നതാണ്. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. നല്ല സെയിലുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വില കുറഞ്ഞ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളാണെങ്കിൽ നമ്മൾ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതി. എപ്പോഴും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആകുമ്പോൾ 2 വർഷം 3 വർഷം ആകുമ്പോഴേക്കും അത് പോവും. പിന്നെ നമ്മൾ പിന്നെയും വാങ്ങേണ്ടി വരും. ന്യൂട്രിയൻ എന്ന ബ്രാൻഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 2 പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അടപ്പാണ് ഈ ആദ്യത്തെ പാക്കറ്റിലുള്ളത്. വുഡൻ ടൈപ്പ് അടപ്പാണ്. കണ്ട, ഇത് വുഡൻ ടൈപ്പാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയുള്ളത് സ്കില്ലറ്റാണ് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത്. സ്കില്ലറ്റും ഒരു കടായിയും ഒരു കാസ്ട്രോളുമാണ് ഉള്ളത്. കണ്ട, സ്കില്ലറ്റ് നല്ല വെയിറ്റാണ് ഇതിന്. ഇതിൻ്റെ ഹാൻഡിലും എല്ലാം ഇതിനോട് തന്നെ പിടിപ്പിച്ചിട്ടാണുള്ളത്. ഹാൻഡിൽ വിട്ടുപോകുന്നോ ഒന്നും പേടിക്കണ്ട. നല്ല രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈമിൽ ഇത് ഉപയോഗിക്കാം. ഇത് കണ്ട, ഇതാണ് ഒരു കാസ്ട്രോൾ ടൈപ്പ്. പിന്നെയുള്ളത് ഒരു കടായിയാണ്. ഈ കടായി 10 ഇഞ്ചിൻ്റെയാണ്. 10 ഇഞ്ചിൻ്റെ സ്കില്ലറ്റും 10 ഇഞ്ചിൻ്റെ കടായിയും പിന്നെ കാസ്ട്രോൾ 11 ഇഞ്ചിൻ്റെയാണ്. 11 ഇഞ്ചിൻ്റെതുമാണ്. കണ്ട, 2 അടപ്പാണ് ഉള്ളത്. ഇത് 3നും മാച്ച് ആവുന്ന ടൈപ്പാണ്. സൈസ് എല്ലാം ഓക്കെയാണ്. 3നും നമുക്ക് ഉപയോഗിക്കാം. നല്ല മിനുസമുള്ള സൈസാണ് ഈ കടായി. ഈ കടായിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്കില്ലറ്റ് ആദ്യം തന്നെ മിനുക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഫെയറിൻ്റെതാണ് ഉപയോഗിക്കുന്നത്. 2 തുള്ളി പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത് പോലെ തന്നെ എല്ലായിടും ഒന്ന് സോപ്പാക്കിയിട്ട് കഴുകിയെടുക്കാം. താഴ്ഭാഗത്തും മുകളിലും എല്ലായിടും ഒന്ന് കഴുകിയെടുക്കണം. സോപ്പെല്ലാം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. അതാണ് ഈ ഇരുമ്പ് പാത്രങ്ങളുടെ പ്രത്യേകത. വെള്ളം ഉണ്ടെങ്കിൽ വേഗം തുരുമ്പെടുത്തു പോകും. നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ലൈഫ് ടൈമിൽ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കടായിയും ഞാൻ ചെയ്യുന്നുണ്ട്. അതും കൂടി കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി. സാധാരണ കാസ്റ്റ് അയൺ പാത്രങ്ങൾ മിനുക്കിയെടുക്കാനായിട്ട് 3 ദിവസമൊക്കെ വേണം. ഓരോ ദിവസം ഇങ്ങനെ എണ്ണ പുരട്ടി പിറ്റേന്ന് പിന്നെയും ചെയ്തു അങ്ങനെയൊക്കെ. ഇതാകുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ കടായിയും കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട് ഒരു തുണിയുടെ മേളിൽ. എന്നിട്ട് നന്നായിട്ട് തന്നെ അതിലുള്ള വെള്ളം തുടച്ചെടുക്കണം. ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒരു പൊടി പോലും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം. ഞാൻ സ്കില്ലറ്റ് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടായിയും തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കടായിയും സ്കില്ലറ്റും നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു പൊടി പോലും വെള്ളമില്ലാതെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കില്ലറ്റ് ആദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിലായിരിക്കും നല്ലത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഒരു 2-3 തുള്ളി ഒഴിച്ചിട്ട് എല്ലായിടും ഒന്ന് തുടച്ച് എല്ലായിടും ആക്കാം. ഈ ഓയിൽ എല്ലാ ഭാഗത്തും ആവണം. തുണി വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ ബാക്കിലും എല്ലായിടും ഓയിൽ പിടിപ്പിക്കണം. നന്നായിട്ട് തന്നെ പിടിപ്പിച്ചു കൊടുക്കണം ആദ്യം.
ഇപ്പോൾ ഈ സ്കില്ലറ്റിൽ എല്ലായിടവും തന്നെ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഹാൻഡിലും ഉള്ളിലും എല്ലായിടവും തന്നെ നല്ല രീതിയിൽ തന്നെ ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കണം. ആദ്യം നന്നായിട്ട് തന്നെ ചൂടാക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കടായിയും ഇതുപോലെ തന്നെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. കടായിൻ്റെ ഉൾഭാഗവും ബാക്കിലും എല്ലായിടവും നന്നായിട്ട് തന്നെ എണ്ണ തടവിയിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവുമല്ലോ, നല്ല രീതിയിൽ തന്നെ എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതും അടുത്ത സ്റ്റൗവിൽ ഞാൻ വെക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചൂടായി കഴിയുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലായിടവും പിന്നെയും ഇതുപോലെ തുടച്ച് എല്ലായിടവും ആക്കി കൊടുക്കണം. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് പിന്നെയും ഒരു 3-4 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ പിന്നെയും നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സൈഡിലും എല്ലായിടവും ഇതൊന്ന് തടവി കൊടുക്കണം. ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചെയ്യണ്ട. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി വെച്ചാൽ മതി. പിന്നെയും കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലായിടവും ഒന്ന് തടവി കൊടുക്കാം. ഓയിൽ എല്ലായിടവും ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയാണ് ചൂടും ഓയിലും ഒന്നിച്ചായിരിക്കണം. അപ്പം മൊത്തത്തിൽ 4 പ്രാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊരു ആവി വരുമല്ലോ, നല്ല ചൂടായിട്ട് നല്ല ആവി വരുന്ന സമയത്ത് നമുക്ക് നിർത്താം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സീസണിങ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നന്നായിട്ട് ആ പുക വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി ഞാൻ കടായിയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കടായിയും ചെയ്യുന്നത്. കടായിൽ ആദ്യം തന്നെ ഞാൻ ഓയിൽ തേച്ച് വെച്ചിരുന്നു. എന്നിട്ട് ചൂടാക്കിയിട്ട് പിന്നെയും ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലായിടവും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാസ്റ്റ് അയൺ പാത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുളിയുള്ള പോലത്തെ കറികൾ ഉണ്ടാക്കാതിരിക്കുക. മോരുകറി ഉണ്ടല്ലോ, മോരുകറി അല്ലെങ്കിൽ തക്കാളിക്കറി അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കിയാൽ തന്നെയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കറി മാറ്റണം. പുളിപ്പുള്ളത് ഇങ്ങനത്തെ പാത്രത്തിൽ അധിക സമയം സൂക്ഷിച്ച് വെക്കരുത്. കറിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇത് നമ്മൾ സ്കില്ലറ്റ് ചെയ്ത പോലെ തന്നെ 4 പ്രാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടവും ഒന്ന് തടവി നന്നായിട്ട് ചൂട് വരുന്ന സമയത്ത്, ആവി നന്നായിട്ട് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കിയാൽ മതി. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ തുണി വെച്ച് തുടച്ചിട്ട് സൂക്ഷിക്കുക. ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. ഈർപ്പമുള്ള ഭാഗത്തൊന്നും ഇങ്ങനത്തെ പാത്രങ്ങൾ വെക്കാൻ പാടില്ല, വേഗം തുരുമ്പെടുക്കും. നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ വർഷങ്ങളോളം ഇതുണ്ടാവും. ഞാനിത് 2 മാസം മുമ്പാണ് വാങ്ങിയത്. വീഡിയോ ഇടുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ആ സമയത്ത് 4111 റേറ്റ്. പക്ഷേ 7500 രൂപയുടെ ആയിരുന്നു. അത് ഓഫറിലാണ് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ നെറ്റിൽ നോക്കുമ്പോൾ ഇതിന് 5000 സംതിങ് കാണുന്നുണ്ട്. അതും ഓഫർ തന്നെയാണ്. 7000 സംതിങ് പ്രൈസിൽ നിന്നും 5000 സംതിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വാങ്ങുവാണെങ്കിൽ ഈ 3 പാത്രങ്ങളും നല്ല യൂസാണ് നമുക്ക്. പിന്നെ സ്കില്ലറ്റിൽ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിസ്സ വരും. ചിക്കൻ ഫ്രൈ ചെയ്യാനും ഫിഷ് ഫ്രൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ പാത്രങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നല്ല ക്വാളിറ്റിയാണ് ഇതിന്. നോൺ സ്റ്റിക്ക് പാത്രത്തേക്കാളും ഇതുപോലുള്ള പാത്രങ്ങളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ആരോഗ്യത്തിനും ഇതുപോലുള്ള പാത്രങ്ങളാണല്ലോ നല്ലത്. ഇപ്പോൾ ഞാൻ കടായിയും എനിക്ക് എടുത്തിട്ടുണ്ട്. കടായിയും സ്കില്ലറ്റും പിന്നെ കാസറോളും ഞാൻ മിനുക്കി എടുത്തിട്ടുണ്ട്.
ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.